നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഡിഗ്രി സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റാണ്. അപ്പോൾ അതിലെ മൂന്നാമത്തെ മൊഡ്യൂളായ ലോ ഓഫ് ഏജൻസി എന്ന ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ ലാസ്റ്റത്തെ പോർഷനായിട്ടുള്ള ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏജന്റിന്റെ ഡ്യൂട്ടീസും റൈറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് പഠിക്കാനുള്ളത് പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ആൻ ഏജന്റ് ആണ്. ഒരു ഏജന്റിനെ സംബന്ധിച്ച് ഒരു ലോ ഓഫ് ഏജൻസിയിൽ ഒരു ഏജന്റിനുള്ള പേഴ്സണൽ ലയബിലിറ്റി, അതായത് നമുക്കറിയാം ഒരു ഓണറിന് വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഏജന്റ്. അപ്പോൾ ഒരു ഏജന്റിനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ പേഴ്സണൽ ലയബിലിറ്റി ഒന്നുമില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഏജന്റിന് പേഴ്സണൽ ലയബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരും. അത് എപ്പോഴൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ടെക്സ്റ്റിൽ എന്താ പറയുന്നത് നോക്കാം. An agent is merely a connecting link between his principal and the third party. നമുക്കറിയാം പ്രിൻസിപ്പൽ, അതായത് ഒരു ഓണറിനെയും മൂന്നാമതൊരാളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനാണ് ഏജന്റ് എന്ന് പറയുന്നത്. His main function is to establish contractual relationship between the principal and the third party. അപ്പോൾ ഇവരെ രണ്ടുപേരെയും തമ്മിലുള്ള അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പലും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന പ്രധാന ലക്ഷ്യമാണ് ഏജന്റിന് ഉള്ളത്. Thus, as a general rule, an agent cannot personally enforce the contract entered into by him on behalf of his principal, nor can be personally held liable for such a contract. But there are certain exceptions to this principle, and the agent will be personally liable in the following circumstances. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് ഏജന്റ് ആക്ട് ചെയ്യുക മാത്രമാണ്. അതുകൊണ്ട് പ്രിൻസിപ്പൽ എന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കുക എന്ന ജോലി മാത്രമേ ഏജന്റിനുള്ളൂ. ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു ലയബിലിറ്റിയും ഒരു ഏജന്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഇതാണ് പൊതുവേ ഉള്ള കാര്യം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഏജന്റും പേഴ്സണൽ ലയബിൾ ആവുന്ന സന്ദർഭങ്ങൾ വരും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ ഒരു 10 സിറ്റുവേഷൻ ആണ് പറയുന്നത്. അതായത് ഈ 10 കാര്യങ്ങളിൽ ഏജന്റ് പേഴ്സണലി ലയബിൾ ആണ്. അതായത് ഈ ഒരു കോൺട്രാക്ട് എന്തെങ്കിലും ലംഘിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ ഏജന്റ് കൂടി അതിന് ഉത്തരവാദിത്തം പറയേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഏജന്റ് കൂടി ആ ബാധ്യത നികത്തേണ്ടതായിട്ട് വരും. ആ സന്ദർഭങ്ങളാണ്. ഇപ്പൊ സാധാരണഗതിയിൽ ഏജന്റിനെ സംബന്ധിച്ച് ആ കോൺട്രാക്ട് നടന്നാലും നടന്നില്ലെങ്കിലും ബാധ്യതകളൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ലംഘനം വന്നാൽ അത് ഏജന്റിന് പേഴ്സണലി ലയബിൾ ആണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ദി ഏജന്റ് ആക്ടിങ് ഫോർ എ ഫോറിൻ പ്രിൻസിപ്പൽ. വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഏജന്റ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിദേശത്തുള്ള ഒരാളുടെ വസ്തു കേരളത്തിലുണ്ടെന്നിരിക്കട്ടെ, അയാൾ പറയാണ് വിൽക്കാൻ വേണ്ടി ഒരു ഏജന്റിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ ഏജന്റിനെ സംബന്ധിച്ച് ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഏജന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇവിടെ പറയുന്നത് സംടൈംസ് an agent contract for the sale or purchase of goods for a principal residing abroad. In such a case it is presumed that the agent undertake personal liability. അപ്പോൾ വിദേശത്തുള്ള ഒരു പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് ഏജന്റ് പ്രവർത്തിക്കുന്നെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പേഴ്സണൽ ലയബിലിറ്റിയും ഏജന്റ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. Thus, when there is a breach of contract, the third party can hold agent personally liable. അപ്പൊ ഈ ഒരു കോൺട്രാക്റ്റിന് എന്തെങ്കിലും ലംഘനം വന്നാൽ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഏജന്റ് ആണ് അയാളോട് ഉത്തരവാദിത്തം പറയേണ്ടത്, അല്ലെങ്കിൽ ഏജന്റ് തന്നെ അയാളുടെ ബാധ്യതകളൊക്കെ നികത്തേണ്ടതായിട്ട് വരും. കാരണം ഫോറിൻ പ്രിൻസിപ്പലാണ്, വിദേശത്തുള്ള ഒരാളാണ്. അപ്പൊ അയാൾക്ക് വേണ്ടി പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് ഏജന്റ് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഏജന്റ് ആയിരിക്കണം പേഴ്സണലി ലയബിൾ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ, ഒരു ഏജന്റ് പേഴ്സണലി ലയബിൾ ആവുന്ന ഫസ്റ്റ് കണ്ടീഷൻ ആ ഏജന്റ് ഫോറിൻ പ്രിൻസിപ്പലിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഏജന്റ് തന്നെ നിർവഹിക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ദ ഏജന്റ് ആക്ടിങ് ഫോർ ആൻ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൽ. വെൻ ദ ഏജന്റ് ആക്ടിങ് ഫോർ എ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൽ ദ ഏജന്റ് ഈസ് പേഴ്സണൽ ലയബിൾ ടു തേർഡ് പാർട്ടി. ചില സന്ദർഭങ്ങളിൽ യഥാർത്ഥ ഓണറിനെ വെളിപ്പെടുത്താതെ ഏജന്റ് തന്നെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടൊരു അവസ്ഥ വരും. അങ്ങനെ വന്നാലും ഈ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ, അതായത് സ്വന്തം പേരോ അല്ലെങ്കിൽ ആരാണെന്നോ ഒന്നും വെളിപ്പെടുത്താതെ ഒരു ഏജന്റിനെ മാത്രം മുന്നിൽ നിർത്തി പ്രവർത്തിക്കുമ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൽ എല്ലാ ലയബിലിറ്റിയും ഏജന്റ് തന്നെ വഹിക്കേണ്ടതായിട്ട് വരും. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ദ ഏജന്റ് ആക്ടിങ് ഫോർ ആൻ incompetent principal. When the agent is acting for a principal who is a minor or persons of unsound mind, the agent is personally liable to third party.
അതേപോലെ ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിന് വേണ്ടിയിട്ടാണ് ഏജന്റ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ഓണർ എന്ന് പറയുന്ന ഒരു മൈനറോ അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡഡ് പേഴ്സൺ, മാനസിക അസ്വസ്ഥമുള്ള വ്യക്തികളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് ആരാണോ ഏജന്റായിട്ട് നിൽക്കുന്നത് ആ വ്യക്തിയുമായിരിക്കും ആ കോൺട്രാക്റ്റിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ അയാളായിരിക്കും പേഴ്സണലി ലയബിൾ. Then, നാലാമത്തെ condition, the agent acting for a non-existing principle. When an agent contract for a principle who is not in existence, then the agent will be personally liable to third party. അതായത് എക്സിസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇപ്പോഴും നിലവിലില്ല, അയാൾ മരിച്ചുപോയി. ഒരു ഏജന്റ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും നിലവിലില്ലാത്ത ഒരു പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണെങ്കിൽ, നോൺ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണ് ഏജന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെ ഏജന്റ് ആയിരിക്കും ലയബിൾ. പിന്നെ പറയുന്നത് ദി ഏജന്റ് ഹാവിംഗ് സം ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി കോൺട്രാക്ട്. ഇവിടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ കൈമാറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അത് പ്രോപ്പർട്ടി ആവാം, എന്തെങ്കിലും ഗുഡ്സ് ആവാം, എന്താണോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത് അതാണ് ഇവിടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ കൈമാറ്റം ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് മാറ്ററിന്മേൽ ഏജന്റ് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് if the agent has some personal interest in the subject matter of the contract, then the agent is personally liable to the extent of his interest in the contract. അപ്പം ഈ സബ്ജക്റ്റ് മാറ്ററിനകത്ത് ഏജന്റിന് പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ, എത്രയാണല്ലേ ഏജന്റിന്റെ കൂടെ പങ്കാളിത്തം അതിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഏജന്റ് കൂടി അതിൽ പേഴ്സണലി ലയബിൾ ആയിരിക്കും. പിന്നെ പറയുന്നത് the agent receiving or paying money by mistake or fraud. When the agent receives the money from the third person by mistake or fraud, then the agent is personally liable to the third person for the refund of such money. ഏജന്റ് ഫ്രോഡിലൂടെയോ അല്ലെ മിസ്റ്റേക്ക് വഴി എങ്ങാനാണ് തേർഡ് പേഴ്സണിൽ നിന്നും പൈസ ഏജന്റ് ലഭിച്ചതെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏജന്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും. Similarly, when an agent pays some money under mistake or fraud, the agent has the right to recover it back from the person to whom it has been paid. അതേപോലെ ഏജന്റും മിസ്റ്റേക്ക് വഴിയോ അല്ലെങ്കിൽ ഏജന്റിന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഫ്രോഡുലന്റ് ആക്ടിവിറ്റി വഴിയാണ് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഏജന്റ് ആ പൈസ തിരിച്ചു വാങ്ങിക്കാനുള്ള റൈറ്റും. പിന്നെ പറയുന്നത് personal liability by agreement, അതായത് where the contract with the third party specially stipulates that the agent should be personally liable. In such a case, the agent would be personally liable to third person. അതായത് ഏജന്റുമായിട്ട് അതായത് ഒരു കോൺട്രാക്ട് നടക്കുകയാണ്, അപ്പോൾ ഒരു പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് ഏജന്റ് ആണ് പ്രവർത്തിക്കുന്നത്. അപ്പം ആ തേർഡ് പേഴ്സണും ഏജന്റും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ പറയുകയാണ് ഈ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഏജന്റ് പേഴ്സണലി ലയബിൾ ആവും എന്ന് എഗ്രിമെന്റിൽ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഏജന്റ് എന്തായിരിക്കും പേഴ്സണലി ലയബിൾ ആയിരിക്കും. പിന്നെ പറയുന്നത് പേഴ്സണൽ ലയബിലിറ്റി അണ്ടർ സം കസ്റ്റംസ് ഓർ യൂസേജ് ഓഫ് ട്രേഡ്. അതായത് സംടൈംസ് ദ കസ്റ്റംസ് ഓർ യൂസേജ് ഓഫ് എ പർട്ടിക്കുലർ ട്രേഡ് പ്രൊവൈഡ് ദാറ്റ് ദി ഏജന്റ് ഷാൽ ആൾസോ ബി പേഴ്സണലി ലയബിൾ ഫോർ ഹിസ് ആക്ട്. ദെൻ സച്ച് എ കേസസ് ദ ഏജന്റ് ഈസ് പേഴ്സണലി ലയബിൾ ടു തേർഡ് പാർട്ടി. അതായത് ഇതുവരെയുള്ള കീഴ്വഴക്കം അല്ലെ നമ്മൾ ഇതുവരെയും ചെയ്തു വന്നിരിക്കുന്ന ഒരു ഇത്, അതായത് കോൺട്രാക്റ്റ് ലംഘനം വന്നാൽ ഏജന്റ് പേഴ്സണലി ലയബിൾ ആണ്, ആ ഒരു കസ്റ്റമാണ് നമ്മൾ ഇതുവരെയും ഫോളോ ചെയ്യുന്നെങ്കിൽ ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പറയുന്നത് പ്രിറ്റൻഡഡ് ഏജന്റ്. അതായത് പ്രിറ്റൻഡഡ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജന്റ് ആണ് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ശരിക്കും ഏജന്റ് അല്ല, പക്ഷെ മനഃപൂർവ്വം അയാൾ ഏജന്റായിട്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഏജന്റിനെയാണ് നമ്മൾ പ്രിറ്റൻഡഡ് ഏജന്റ് എന്ന് പറയുന്നത്. Pretended agent is a person who is falsely representing himself to be an authorized agent of another person. If pretended agent includes a third person to enter into a contract with him, such as an agent, then he is personally liable to the third person for the loss of damage incurred due to such dealings. അതായത് ഒരാളുടെ ഏജന്റ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയുമായിട്ട് ഏജന്റ് ഡീലിംഗ് നടത്തുകയാണ്. അപ്പോൾ ആ ഡീലിംഗ് വഴി തേർഡ് പാർട്ടിക്ക് വല്ല ഡാമേജസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ഏജന്റ് ആയിരിക്കണം ആ ഡാമേജസിന് ക്ലെയിം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഡാമേജസ് നികത്താനുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടതൊക്കെ ഈ ഏജന്റ് തന്നെയായിരിക്കും. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏജന്റ് പേഴ്സണലി ലയബിൾ ആവും. പിന്നെ ലാസ്റ്റ് സന്ദർഭം പറയുന്നത് ഏജന്റ് ലയബിൾ ഫോർ ആക്ട് ഡൺ വിത്തൗട്ട് അതോറിറ്റി. where an agent enters into a contract on behalf of the principal without his authority and the principal subsequently refuses to ratify the act of the agent. In such cases, the agent is liable to third person. അതായത് പ്രിൻസിപ്പൾ ഏൽപ്പിക്കാത്ത കാര്യം അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അധികാരം കൊടുക്കാത്തൊരു കാര്യം ഏജന്റ് ചെയ്യാണ്.
അതായത് പ്രിൻസിപ്പലിന്റെ സമ്മതത്തോടു കൂടി അല്ലാതെ ഏജന്റ് അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തേർഡ് പേഴ്സണിനോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തിയോ ചെയ്യുകയോ അതുവഴി ഡാമേജസ് ഒക്കെ വന്നാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഏജന്റ് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ഏജന്റ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതല്ല സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്തിട്ട് അതുവഴി കോൺട്രാക്റ്റിൽ വല്ല പ്രശ്നങ്ങൾ വന്നാൽ അത് ഏജന്റ് തന്നെയായിരിക്കും പേഴ്സണലി ലൈബിൾ. അങ്ങനെ മൊത്തം 10 സിറ്റുവേഷനാണ് ഒരു ഏജന്റ് എപ്പോഴേക്കാണ് പേഴ്സണലി ലൈബിൾ ആവുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ 10 സിറ്റുവേഷനാണ് അതുമായി ബന്ധപ്പെട്ടത്. അപ്പം നമുക്ക് ഇത്രയായി ഈ 10 പോയിന്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ടെർമിനേഷൻ ഓഫ് ഏജൻസിയാണ്. അതായത് ലോ ഓഫ് ഏജൻസിയിലെ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കാണ് എങ്ങനെയാണ് ഒരു ഏജൻസി ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവസാനിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ആ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പം നമുക്ക് ടെർമിനേഷൻ ഓഫ് ഏജൻസി നോക്കാം. ആദ്യം തന്നെ എന്താണ് ടെർമിനേഷൻ ഓഫ് ഏജൻസി എന്ന് പറയാം. പ്രിൻസിപ്പൾ ഏജന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിക്കുക എന്നതാണ് ടെർമിനേഷൻ ഓഫ് ഏജൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് രണ്ടായിട്ടാണ് പറയുന്നത്. അതായത് 2 സന്ദർഭങ്ങളാണ്, അല്ലെങ്കിൽ 2 രീതിയിൽ ഏജൻസിയുടെ റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാം. അപ്പൊ അത് ഒന്ന് പറയുന്നത് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, നിയമപരമായിട്ട് അവസാനിപ്പിക്കുന്നതുണ്ട്. പിന്നെ ബൈ ദ ആക്ട് ഓഫ് പാർട്ടീസ്, അതായത് അതിലെ വ്യക്തികളുടെ പ്രവർത്തനം കൊണ്ടും ഏജൻസി ടെർമിനേറ്റ് ചെയ്യും. അപ്പൊ അതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ആക്ട് ഓഫ് പാർട്ടീസ്. അതായത് ആ പാർട്ടീസുകൾ വേണമെങ്കിൽ അവരുടെ ചില പ്രവൃത്തികൾ കൊണ്ട് ആ ഒരു ഏജൻസി അവസാനിപ്പിക്കാം. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ആക്ട് ഓഫ് പാർട്ടീസിനകത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത്, അതായത് പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ ഏജന്റിനോ അവർക്ക് 2 പേർക്കും അവരുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് ആ ഏജൻസി ടെർമിനേറ്റ് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് എഗ്രിമെന്റ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. അതായത് 2 പേരുടെയും കൂടെ ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ 2 പേരുടെയും കൂടെ ഒരു പരസ്പര ധാരണയിൽ ആ ഏജൻസി ഇവിടെ അവസാനിപ്പിക്കാം. അതായത് ദി ഏജൻസി മേ ബി ടെർമിനേറ്റഡ് ബൈ ദ മ്യൂച്വൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. It may be noted that the parties may agree to terminate the agency relationship at any time and at any stage. അപ്പം 2 പേരുടെയും കൂടെ പരസ്പര ധാരണയിൽ മ്യൂച്വൽ 2 പേരുടെയും കൂടെ പിന്നെ എഗ്രിമെന്റിൽ എന്ത് ചെയ്യാം, ആ ഒരു ഏജൻസി അവിടെ അവസാനിപ്പിക്കാം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത് പറയുന്നത് റിവോക്കേഷൻ ബൈ ദ പ്രിൻസിപ്പൽ. റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാൻസൽ ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് ആൻ ഏജൻസി മേ ബി ടെർമിനേറ്റഡ് അറ്റ് എനി ടൈം ബൈ ദ പ്രിൻസിപ്പൽ. അതായത് പ്രിൻസിപ്പളിന് എപ്പോൾ വേണമെങ്കിലും ഏജൻസി അവസാനിപ്പിക്കാവുന്നതാണ്. ഇഫ് ദ ഏജന്റ് ഈസ് അപ്പോയിന്റഡ് ടു ഡു സിംഗിൾ ആക്ട്, ദി അതോറിറ്റി ക്യാൻ ബി റിവോക്ഡ് ബൈ എനി ടൈം ബിഫോർ ദ ആക്ട് ഈസ് ബിഗൻ. അതായത് നമ്മൾ ഏജന്റ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു, പിന്നെ ഏജന്റ് ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ പ്രിൻസിപ്പളിന് എന്ത് ചെയ്യാം, അവിടെ അത് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. In the case of continuous agency, the principal is bound to give a responsible notice to the agent as well as the third party. The revocation may be expressed or implied. ഇനി ഒറ്റ തവണയാണെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചെയ്യാനാണ് നമ്മളൊരു ഏജന്റിനെ ഏൽപ്പിച്ചെങ്കിൽ ആ കാര്യം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അവിടെ ടെർമിനേറ്റ് ചെയ്യാം. എന്നാൽ കണ്ടിന്യൂസ് ഏജൻസി ആണെങ്കിൽ, അതായത് എല്ലാ കാര്യത്തിനും നമ്മൾ ആ ഏജന്റ് എല്ലാ കാര്യം ചെയ്യാനും ആ ഏജന്റിനെയാണ് ഏൽപ്പിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നോട്ടീസ് വഴി നമ്മൾ ഏജന്റിനെ അതുപോലെ തേർഡ് പാർട്ടിയെയും അറിയിക്കണം. കാരണം ഇന്നു മുതൽ എൻ്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കേണ്ട എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നോട്ടീസ് വഴി അറിയിക്കണം. ദെൻ മൂന്നാമത് പറയുന്നത് റിനൗൺസിയേഷൻ ഓഫ് ഏജൻസി ബിസിനസ് ബൈ ദി ഏജന്റ് എന്ന് പറഞ്ഞാൽ ഏജന്റ് തന്നെ എന്താണ്, ആ ഒരു ഏജൻസി ഉപേക്ഷിക്കുകയാണ്. എന്ന് വെച്ചാൽ ദ ടേം റിനൗൺസിയേഷൻ മേ ബി ഡിഫൈൻഡ് ബൈ ഗിവിംഗ് അപ്പ് എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക എന്നതാണ് അതിന്റെ മീനിങ്, റിനൗൺസിയേഷന്റെ മീനിങ്. ഇവിടെ പറയുന്നത് സിൻസ് നോ ഏജന്റ് ക്യാൻ ബി കമ്പൽഡ് ടു കണ്ടിന്യൂ ടു സച്ച് എഗെയിൻസ്റ്റ് ഹിസ് വിൽ ഓർ പ്ലഷർ, ഇറ്റ് ഈസ് ഓപ്പൺ ടു ഹിം ടു ഗീവ് എ കോൺട്രാക്ട് ഓഫ് ഏജൻസി അറ്റ് എനി ടൈം ഹി ലൈക്സ്. അപ്പം ഒരു ഏജന്റിനെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഒരിക്കലും ഒരു ഏജന്റ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് പ്രിൻസിപ്പലിന് വേണ്ടി ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഏജന്റിനെ സംബന്ധിച്ച് പിന്നെ പ്രിൻസിപ്പലിന് വേണ്ടി ചെയ്യുന്ന കാര്യം അയാൾക്ക് ചെയ്യാൻ ഉദ്ദേശം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് തന്നെ അത് നിർത്തലാക്കി പോവാം. ഈ 3 സന്ദർഭമാണ് ബൈ ദ ആക്ട് ഓഫ് പാർട്ടിയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ 2 പേരുടെയും പരസ്പര ധാരണയിൽ മ്യൂച്വൽ എഗ്രിമെന്റ് വഴി വേണമെങ്കിൽ ഏജൻസി അവസാനിപ്പിക്കാം. പിന്നെ പ്രിൻസിപ്പലിന് വേണമെങ്കിൽ ആ ഏജൻസി ക്യാൻസൽ ചെയ്യാം. ദെൻ ഏജന്റിന് വേണമെങ്കിൽ ആ എന്താണ് ലോ ഓഫ് ഏജൻസി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാം. ഇത് 3ഉമാണ് പാർട്ടീസുകളുടെ പ്രവർത്തനം മൂലം ടെർമിനേറ്റ് ചെയ്യുന്ന അവസ്ഥ. ഇനി പറയുന്ന ഓപ്പറേഷൻ ഓഫ് ലോ ആണ്.
നിയമപരമായിട്ടും എങ്ങനെയൊക്കെയാണ് ഒരു ഏജൻസി അവസാനിപ്പിക്കുന്നത് എന്നാണ്. അത് 8 പോയിന്റുകളാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് കംപ്ലീഷൻ ഓഫ് ഏജൻസി ബിസിനസ്. എന്ത് കാര്യമാണോ ഒരു ഏജന്റിനെ നമ്മൾ ഏൽപ്പിച്ചത്, ഏജന്റ് ആ കാര്യം കൃത്യമായി ചെയ്തെങ്കിൽ അവിടെ ആ ഏജൻസി അവസാനിക്കും. The agency relationship is automatically terminated on the completion of agency business. Thus, where an agency is for a single transaction, the agency comes to an end on the completion of the transaction. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഏജന്റിനെ ഏൽപ്പിച്ചു, അയാളത് ഭംഗിയായി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഏജൻസി അവിടെ അവസാനിക്കുന്നു. രണ്ടാമത് പറയുന്നത് ഡെത്ത് ഓഫ് ഇൻസാനിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ ഓർ ഏജന്റ്. പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഏജന്റോ ആരെങ്കിലും ഒരാൾ മരിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും അവിടെ എന്ത് ചെയ്യുന്നു, ഏജൻസി അവസാനിക്കുന്നു. പിന്നെ പറയുന്നത് ഇൻസോൾവൻസി ഓഫ് ദ പ്രിൻസിപ്പൽ പാപ്പരാവുകയാണെങ്കിലും പിന്നീട് ആ ഏജൻസി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ പറഞ്ഞ എക്സ്പയറി ഓഫ് ടൈം. നമ്മൾ ഒരു ഏജന്റിനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു, അടുത്ത 1 വർഷത്തിനകത്ത് തന്നെ ആ കാര്യം ചെയ്യാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 1 വർഷമായിട്ടും അയാൾ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ടൈം കഴിയുമ്പോൾ അവിടെ ഏജൻസി ടെർമിനേറ്റ് ആവുകയാണ്. പിന്നെ പറഞ്ഞ ഡിസ്ട്രക്ഷൻ ഓഫ് ദി സബ്ജക്ട് മാറ്റർ ഓഫ് ദി ഏജൻസി. എന്ത് കാര്യമാണോ പ്രിൻസിപ്പൾ കൈമാറ്റം ചെയ്യാനായിട്ട് ഏജന്റിനെ ഏൽപ്പിക്കുന്നത് അത് നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഏജൻസി ഇല്ല, കോൺട്രാക്ട് ഓഫ് ഏജൻസി അവസാനിക്കുകയാണ്. പിന്നെ പറയുന്നത് സബ്സിക്വന്റ് ഇവൻ റെൻഡറിങ് ദി ഏജൻസി അൺലോഫുൾ. അതായത് നമ്മുടെ ആ കോൺട്രാക്ട് തുടങ്ങുന്ന സമയത്ത് ലോഫുൾ ആയിട്ടുള്ളൊരു ഇവന്റ് ആയിരുന്നു, പക്ഷെ പിന്നീട് ലോഫുൾ ആയിട്ടുള്ളൊരു കോൺട്രാക്ട് ആയിരുന്നു, പിന്നീട് ചില സന്ദർഭങ്ങൾ കാരണം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം കാരണം എന്ത് ചെയ്തു, അത് അൺലോഫുൾ ആയിട്ട് മാറുക. അങ്ങനെ വരുവാണെങ്കിൽ ആ ലോ ഓഫ് കോൺട്രാക്ട് അവിടെ അവസാനിക്കും. അതായത് ഇവിടെ പറയുന്നത് സംടൈംസ് ദ ഏജൻസി ഈസ് വാലിഡ് വെൻ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബട്ട് ഇറ്റ് ബിക്കംസ് അൺലോഫുൾ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സം സബ്സിക്വന്റ് ഇവന്റ്. സിമിലർലി ദ ഏജൻസി may also be declared as unlawful by some act of legislation. Example, when the principal become an alien enemy. അതായത് ഇപ്പം നമ്മൾ വിദേശത്തുള്ള ഒരു പ്രിൻസിപ്പലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ലോ ഓഫ് ഏജൻസിയിലെ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നിരിക്കട്ടെ, പിന്നീട് ആ ഒരു രാജ്യവും നമ്മളുമായിട്ട് വാറൊക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫോറിൻ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നമ്മുടെ അലൈൻ എനിമി ആയിട്ട് മാറും. അപ്പൊ കോൺട്രാക്ട് തുടങ്ങുന്ന സമയത്ത് അലൈൻ ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ പിന്നീട് വാർ ഡിക്ലെയർ ചെയ്തത് കാരണം ആ കോൺട്രാക്ട് എന്തായി മാറും, ഇൻവാലിഡ് ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെയുള്ള, അതായത് തുടക്കത്തിൽ പ്രശ്നമൊന്നും ഇല്ലാത്ത കോൺട്രാക്ട് ആണ്, പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് പിന്നീട് സബ്സിക്വന്റ്ലി അതെന്തായി മാറും, ഇൻവാലിഡ് ആവുകയാണെങ്കിലും ആ കോൺട്രാക്ട് അവിടെ ടെർമിനേറ്റ് ആയിട്ട് മാറും. പിന്നെ പറയുന്ന ഡിസൊല്യൂഷൻ ഓഫ് ദി കമ്പനി. When the company is dissolved, the contract of agency either with or by the company automatically comes to an end. അപ്പം നമ്മൾ ഒരു കമ്പനിയാണ് കോൺട്രാക്ട് ഏൽപ്പിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ ആ കമ്പനി അവിടെ ഡിസോൾവ് ആവുകയാണെങ്കിൽ വൈൻഡ് അപ്പ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്താവും, അവിടെ അവസാനിക്കും. The last പറയുന്നത് termination of the sub-agents authority. The sub-agents authority comes to an end when the original agents authority terminated. ഇത് ഒറിജിനൽ ഏജന്റിന്റെ അധികാരം അവസാനിച്ചാൽ ഓട്ടോമാറ്റിക്കലി സബ് ഏജന്റുകളുടെ അധികാരം അവിടെ അവസാനിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ് ഏജന്റ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഏജന്റ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ ഏജന്റ് ഏൽപ്പിക്കുന്നതാണ്, അയാളുടെ ജോലി ഡെലിഗേറ്റ് ചെയ്ത് സബ് ഏജന്റിന് കൊടുക്കും. അപ്പോൾ ഒറിജിനൽ ഏജന്റിന്റെ ഡ്യൂട്ടി അവസാനിച്ചാൽ പിന്നെ അത് സബ് ഏജന്റ് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ സബ് ഏജന്റ് ഡ്യൂട്ടിയും അവസാനിക്കും. അപ്പം ഇത്രയുമാണ് ടെർമിനേഷൻ ഓഫ് ഏജൻസി, ഒരു ഏജൻസി അവസാനിക്കുന്ന സാഹചര്യങ്ങൾ ഇത്രയുമാണ്. അതിന് 2 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഓപ്പറേഷൻ ബൈ ലോ, അതായത് ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ഓപ്പറേഷൻ ബൈ ലോ ആണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ഉള്ളത്. അപ്പോൾ ഇത്രയും ആയപ്പോൾ ഒരു ഏജൻസി എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഇത്രയായപ്പോൾ ലോ ഓഫ് ഏജൻസി എന്ന ചാപ്റ്ററും അവിടെ അവസാനിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് മൊഡ്യൂൾ 4 ആണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.